നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 1444 പെരുവനം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് ചേർപ്പത്തിൽ ഉള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കൊടിയേറി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന പദ്ധതിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് CPR പരിശീലനവും നൽകി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. വാർത്തകൾ വിശദമായി. 1444 പെരുവനം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് ചേർപ്പത്തിൽ ഉള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കൊടിയേറി. ഭക്തജനങ്ങളും പൂരം ഘടകക്ഷേത്ര ഭാരവാഹികളും അകമ്പടി ചേർന്നാണ് അലങ്കരിച്ച കൊടിമരം എത്തിച്ചത്. കൊടിമരം പിന്നീട് ക്ഷേത്രം നടപ്പുരയിൽ സ്ഥാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ തിരുവുള്ളക്കാവ് ദേവസ്വത്തിന്റെ വകയായി 23 പൂരം ഘടകക്ഷേത്രങ്ങൾക്ക് എണ്ണ വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ എണ്ണ വിതരണം നിർവഹിച്ചു. ഒരു ക്ഷേത്ര പരിസരത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രം എത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് അവിടെ അടുത്തിരിക്കുന്ന ആളുകൂടി നമ്മൾ തീരുമാനിക്കണം വരണോ വേണ്ടതോ. ആ തീരുമാനമാണ് നടപ്പിലാവുന്നത്. അങ്ങനെ ഇന്ന് ഈ സന്നിധാനത്തിൽ വരാനും ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ചടങ്ങിൻ്റെ ഭാഗമാക്കാവാനും സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. തിരുവുള്ളക്കാവ് ക്ഷേത്രം എത്രയോ പ്രസിദ്ധി ഉള്ള ക്ഷേത്രമാണ്. ലോകം മുഴുവൻ മലയാളികളുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് നമ്മളൊന്നും ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ആറാട്ടുപുഴ ക്ഷേത്രം 1444 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്ര ആചാരവും അനുഷ്ഠാനവും അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പൂർവ്വപുണ്യ സുഹൃതം തന്നെ പറയണം. എത്രയോ തലമുറകളിലുള്ള ആൾക്കാർ ഇതിൻ്റെ ഭാഗവാക്കുകളായി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾക്ക് ശേഷം എത്ര പേര് വന്ന് അതിൽ ഭാഗവാക്കുകളുണ്ടല്ലോ. അതിനൊക്കെയുള്ളൊരു ഭാഗ്യം സിദ്ധിക്കുന്ന വലിയൊരു കാര്യം തന്നെ. തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ സ്വാമിയാജിപ്പാട്, സെക്രട്ടറി AA കുമാരൻ, പൂരം സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, ആറാട്ടുപുഴ പ്രതിനിധി M രാജേന്ദ്രൻ, പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ, ചാത്തക്കുടം ക്ഷേത്രം പ്രതിനിധി വാസപ്പൻ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന പദ്ധതിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് CPR പരിശീലനവും നൽകി. വെള്ളത്തിൽ വീണുണ്ടാക്കുന്ന അപകടങ്ങളെ തരണം ചെയ്യുന്നതിനൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നീന്തലിനെ ലഹരിയായി കാണാനുമാണ് നീന്തൽ പരിശീലനം ഒരുക്കിയത്. 1,68,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അറിയാവുന്ന പോലെ നമ്മുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെ പഞ്ചായത്ത് വെച്ചതിന്റെ കാരണം ഒരു കുട്ടികൾക്കും ഇനി വെള്ളത്തിൽ വീണു കുളത്തിൽ വീണു ഒരു അപകടം ഉണ്ടാവരുത്, ഒരു മരണം ഉണ്ടാവരുത് എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. നമ്മളിപ്പോൾ മാഷ് ഒരു 35 കുട്ടികളെ ഇപ്പോൾ നന്നായി നീന്താൻ പഠിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനിയും നമ്മുടെ പഞ്ചായത്തിൽ ഇത് പഠിക്കാത്ത കുട്ടികളുണ്ട്, അവരെയും കൂടി നമുക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എല്ലാ കുട്ടികളും പഠിച്ചാൽ, മുതിർന്നവരും പഠിക്കണമെങ്കിൽ നല്ലതാണ്, കുട്ടികളും ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു അപകടം ഇനി ഉണ്ടാവരുത്. അതാണ് നമുക്ക് വേണ്ടതും. ഇപ്പോൾ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. ഒരാൾ പെട്ടെന്ന് ഒന്ന് കുഴഞ്ഞു വീണാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഓടുന്നതിന് മുമ്പ് ആ ആൾക്ക് പ്രഥമ ശുശ്രൂഷ എങ്ങനെയൊക്കെ ചെയ്യണം, ഒരു CPR, ശ്വാസോച്ഛ്വാസം നിലച്ചു പോയാൽ ആൾക്ക് വീണ്ടും എങ്ങനെയാണ് ആ ശ്വാസം കിട്ടേണ്ടതിനുള്ള ആ ഒരു പരിശീലനം നമുക്കും കൂടി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം പകയ്ക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നമ്മളെല്ലാം പകച്ചു നിൽക്കുകയാണ് ചെയ്യുക.
പകച്ചു നിൽക്കല്ല ചെയ്യേണ്ടത് എന്നാണ് ഇത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മളെ ഏറെ പേര് കണ്ടിട്ടുണ്ടാവില്ല. അതിനാണ് സാറ് വന്നിരിക്കുന്നത്. നമ്മൾ അത് അതിൻ്റെ ഡെമ്മിയൊക്കെ ആൾ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷനായി. നമ്മൾ കുറേ നാളുകളായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള നീന്തൽ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ 3 ആഴ്ചക്കാലത്തോളമായിട്ട് നമ്മൾ തിരുവാഞ്ചിറ കുളത്തിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തുടക്കമായിട്ടുള്ളൂ. നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഫണ്ട് വെച്ച് ഈ പ്രദേശത്തുള്ള ഈ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് ആർക്കൊക്കെ നീന്തൽ പഠിക്കാൻ താല്പര്യമുണ്ടോ അവരെല്ലാവരെയും കണ്ടെത്തിക്കൊണ്ട് നീന്തലിൻ്റെ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ മുക്കിലും മൂലയിലും ലഹരിയുടെ അതിശക്തമായിട്ടുള്ള കുത്തൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഒരു നേരം പോക്കിന് വേണ്ടി കൂട്ടം കൂടുന്നു. കൂട്ടം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ലഹരി വ്യാപനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചാരകരാകുന്നു, ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പം അതിൽ നിന്നുള്ളൊരു വിടുതൽ, അതായത് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ പഠനത്തിനോടൊപ്പം തന്നെ നീന്തൽ രസിച്ച് കുളിച്ച് സൗകര്യത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഞ്ചായത്ത് ഒരുക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരെയും ഈ നീന്തലിൻ്റെ അഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ പരിശീലനം കൊടുത്ത് നല്ല രീതിയിലുള്ള വിദ്യാർത്ഥികളാക്കി മാറ്റുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയുണ്ട്. തൃശൂർ ഫയർഫോഴ്സ് യൂണിറ്റ് ചാർജ് ഓഫീസർ രാകേഷ് വിദ്യാർത്ഥികൾക്ക് CPR പരിശീലനം നൽകി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി ബൈജു, അവണിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ സൂര്യ ശോഭി, പ്രേമൻ കരയിൽ, സിമി പ്രദീപ്, ജോയ് പയ്യപ്പിള്ളി, ജീസൻ റപ്പായി, KS അനൂപ്, നീന്തൽ പരിശീലിപ്പിച്ച രാജൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷയായ യോഗത്തിലാണ് ബജറ്റ് അവതരണം നടന്നത്. വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ ബജറ്റ് അവതരിപ്പിച്ചു. പ്രവർത്തകരെ, ഉദ്യോഗസ്ഥരെ, നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകവും വികസന സ്വപ്നങ്ങളും കോർത്തിണക്കിക്കൊണ്ട് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. മാറ്റത്തിൻ്റെ പാതയിലുള്ള വല്ലച്ചിറയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിച്ചുമാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റ് പ്രധാനമായും ഊന്നൽ നൽകുന്നത് താഴെ പറയുന്ന 5 സ്തംഭങ്ങളിലാണ്. കാർഷിക നവോത്ഥാനം, ആരോഗ്യവും ശുചിത്വവും, ബാലസൗഹൃദ ഗ്രാമം, വയോജന സൗഹൃദ ഗ്രാമം, അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഗ്രാമം, നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക സബ്സിഡി, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ, വയോജനങ്ങൾക്കായി സായാഹ്ന സൗഹൃദ കേന്ദ്രങ്ങൾ, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തും, എല്ലാ വീടുകളിലും കുടിവെള്ളം കണക്ഷൻ എന്നിവയാണ്. പ്രിയപ്പെട്ടവരെ, വിഭവങ്ങളുടെ പരിമിതികൾക്കിടയിലും ഓരോ രൂപയും കൃത്യമായി സുതാര്യമായി വിനിയോഗിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കവികളുടെയും കലാകാരന്മാരുടെയും ഈ മണ്ണിൽ വികസനം കേവലം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങാതെ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്ന ഒന്നായിരിക്കണമെന്ന് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നു. 32.07 കോടി രൂപ വരവും 30.51 കോടി രൂപ ചിലവും 1.56 കോടി രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 62,68,000 രൂപയും ഭവന നിർമ്മാണത്തിന് 1,55,80,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. കൂടാതെ ആരോഗ്യ മേഖലയ്ക്ക് 86,95,293 രൂപയും റോഡ് ഉൾപ്പെടുന്ന പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് 8,83,89,000 രൂപയും പുതിയ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. വികസന പ്രവർത്തനങ്ങൾ കഴിവില്ലായ്മ ആരോപിച്ച് CC മുകുന്ദൻ MLA-ക്കെതിരെ BJPയുടെ ഒപ്പുശേഖരണ ക്യാമ്പയിൻ. BJP ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പെരുമ്പള്ളിശ്ശേരിയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളിലെ മികവില്ലായ്മ മൂലം കോടിക്കണക്കിന് രൂപ MLA നഷ്ടപ്പെടുത്തിയെന്നാണ് BJPയുടെ ആരോപണം. ഇതിനെതിരെയാണ് BJP 1 ലക്ഷം ഒപ്പുശേഖരണം എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ നടന്ന പരിപാടി BJP ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഏരിയ പ്രസിഡന്റ് മധു പൂച്ചിനിപ്പാടം അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് AR ജോസ്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ടോണി കോട്ടയം എന്നിവർ സംസാരിച്ചു. വിവാഹ വാഗ്ദാനം നൽകി 2 യുവതികളെ പീഡിപ്പിച്ച കേസിൽ ജിം പരിശീലകൻ അറസ്റ്റിൽ. ചേർപ്പ് പാലക്കൽ സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ അജ്മലാണ് അറസ്റ്റിലായത്.
വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി 2 യുവതികൾ നൽകിയ പരാതിയിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. കുറുക്കഞ്ചേരിയിലെ ജിംനേഷ്യം കേന്ദ്രത്തിൽ പരിശീലകനായിരുന്നു പ്രതി അജ്മൽ. താൻ വിവാഹമോചിതനാണെന്ന് പറഞ്ഞാണ് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ പീഡിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഭവം നടന്നത്. ജിംനേഷ്യം കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പീഡനം. അടുത്തിടെയാണ് തങ്ങളെ പീഡിപ്പിച്ചത് ഒരാൾ തന്നെയാണെന്ന് യുവതികൾ തിരിച്ചറിയുന്നത്. തുടർന്ന് യുവതികൾ നെടുപുഴ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിക്കാരിൽ ഒരു യുവതിയെ മദ്യം നൽകി ബോധം കെടുത്തി പീഡിപ്പിച്ചതായും പറയുന്നു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തിയതിന് ഇയാൾക്കെതിരെ മുൻപും കേസുണ്ട്. കൂടാതെ നെടുപുഴ സ്റ്റേഷൻ പരിധിയിൽ മാനഹാനിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലും ഇയാൾ പ്രതിയാണ്. പ്രതി അജ്മലിനെ കോടതി റിമാൻഡ് ചെയ്തു. SHO ബെന്നി ലാലു, ASIമാരായ രതിമോൾ, സിന്ധു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൂപ്, അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ്, മേഘ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കടുത്ത വേനൽ ചൂടിലും കുളിർമയുള്ള കാഴ്ചയായി മഞ്ഞ വസന്തം തീർത്തൊരു വീട്. പെരിഞ്ചേരി തിരുഹൃദയ പള്ളിക്ക് സമീപം തോക്കടം ജോസിന്റെ വീടാണ് മഞ്ഞ പൂക്കളാൽ മനോഹരമാകുന്നത്. ആറ് വർഷം മുൻപ് തോക്കടം ജോസിന്റെ മകൻ ആന്റണിയാണ് വീട്ടുമുറ്റത്ത് തണ്ടായി വളരുന്ന പൂച്ചെടി നട്ടത്. ഗ്രാഫിക് ഡിസൈനറായ ആന്റണി കുട്ടിക്കാലം മുതൽക്കേ പൂച്ചെടികളോടും ചെറിയ തോതിൽ കൃഷിയോടും താൽപര്യമുള്ളയാളാണ്. മണ്ണുത്തിയിലെ നഴ്സറിയിൽ നിന്ന് ഏതാനും ചെടികൾക്കൊപ്പം മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ ചെടിയും വാങ്ങി. 6 വർഷം കഴിയുന്നതിനിടെ ഒറ്റനില വീട് ഏതാണ്ട് പൂർണ്ണമായും മഞ്ഞപ്പൂക്കളുടെ വസന്ത കാഴ്ചയിലമർന്നു. ഒരേയൊരു തണ്ടിൽ നിന്നാണ് വീടിന്റെ 3/4 ഭാഗവും മഞ്ഞപ്പൂക്കളും പച്ചിലകളും ചേർന്ന ചെടി പടർന്നു കയറിയത്. ക്യാസ്ക്ലോപ്പ് ക്രീപ്പർ എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഡോളി ചന്ദ്ര അംഗ്വിസ് കാറ്റി എന്നൊരു പേരും ഈ സുന്ദരി ചെടിക്കുണ്ട്. ബിഗ്നോണിയേസി എന്ന സസ്യ കുടുംബാംഗമാണ് ക്യാറ്റ്സ്ക്ല ക്രീപ്പർ. തെക്കേ അമേരിക്ക, കരീബിയൻ കാടുകൾ എന്നിവിടങ്ങളാണ് മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ചെടിയുടെ സ്വദേശം. വർഷത്തിൽ 2 തവണയാണ് ചെടി പൂവിടുക. ദൂരക്കാഴ്ചയിൽ നാടിന്റെ സ്വന്തം കണിക്കൊന്നയ്ക്ക് സമാനമായ കാഴ്ചഭംഗിയാണ് ക്യാറ്റ്സ്ക്ല ക്രീപ്പറിന്റേത്. ചെറിയ പച്ചിലകൾക്കിടയിൽ കുലകളായി വിരിഞ്ഞ മഞ്ഞപ്പൂക്കൾ കണ്ണുകൾക്ക് നൽകുന്നത് ഭ്രാന്തമായ ആവേശ കാഴ്ചയാണ്. പെരിഞ്ചേരിയിലെ വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ ക്യാറ്റ്സ്ക്ല ക്രീപ്പർ എന്ന അലങ്കാര ചെടി അതിവേഗത്തിലാണ് വീടിനെയൊന്നാകെ മഞ്ഞപ്പട്ടണിയിച്ചത്. പൂച്ചകളുടെ നഖത്തിന് സമാനമായ മുള്ളുകൾ പോലെയുള്ള ട്രെൻഡിലുകൾ ഉപയോഗിച്ചാണ് വള്ളികൾ പടരുന്നത്. കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കഠിനമായ പ്രതലങ്ങളിലും ഇവ ആഴത്തിൽ വേരോടിച്ചു കയറും. വർഷങ്ങൾക്ക് മുൻപ് 10 രൂപയ്ക്ക് വാങ്ങിയാണ് ആന്റണി തന്റെ വീട്ടിലേക്ക് ഈ അലങ്കാര ചെടി എത്തിച്ചത്. ആഴത്തിൽ വേരൂന്നി വെള്ളം വലിച്ചെടുക്കുന്നതാണ് ചെടി. ചെറു സസ്യങ്ങൾ മുതൽ എത്ര വലിയ സസ്യങ്ങളും ഈ അലങ്കാര ചെടി അതിവേഗത്തിലാണ് ചുറ്റിവരിക. കട്ടകുത്തി പടർന്ന അലങ്കാര പൂച്ചെടികൾക്കിടയിൽ 2 കിളിക്കൂടുകൾ ഇതിനിടെ പ്രത്യക്ഷപ്പെട്ടു. തങ്ങളുടെ ആവാസകേന്ദ്രമായി കണ്ടെത്തിയ കിളിക്കൂടിൽ 2 കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങി. പൂച്ചകളുടെ നഖങ്ങൾക്ക് സമാനമായ ചെറിയ മുള്ളുകളായ ട്രെൻഡിലുകൾ ഉള്ളതിനാൽ പാമ്പുകൾ കയറുമെന്ന ഭീതിയും വേണ്ട. ദിവസവും 2 നേരം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് മാത്രമാണ് ചെടിക്കുള്ള പരിപാലനമെന്ന് തോക്കടം ജോസിന്റെ മകൻ ആന്റണി പറയുന്നു. ചെടികളോട് പണ്ടേ താല്പര്യമുണ്ട്. അപ്പോൾ മണ്ണുത്തിന്ന് ഒരു വട്ടം വേറെ ചെടികൾ വാങ്ങിക്കുന്നതോട് കൂടിയാണ് ഈ ചെടി കാണുന്നത്. അപ്പോൾ 2 ഇലയും ഒരു പൂവായിട്ടാണ് ഈ ചെടി കാണുന്നത്. അപ്പോൾ അന്ന് വാങ്ങിച്ചു 10 രൂപ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് വാങ്ങിച്ചു വെച്ചു. ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കൊല്ലം ഉണ്ടാവും. എല്ലാ കൊല്ലം ചൂട് സമയത്ത് നന്നായിട്ടുണ്ടാവും ഈ ചെടി. കഴിഞ്ഞ കൊല്ലം 2 വട്ടമായിട്ട് പൂത്തിട്ടുണ്ട് ഈ ചെടി. പിന്നെ വേറെ നമ്മൾ വളങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. 2 നേരം നമ്മൾ വെള്ളം ഒഴിക്കും. കിണറ്റിലെ വെള്ളം 2 നേരം ഒഴിക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് കുറച്ച് ഇത്തിരി കൂടിയും ഹാർഡാണ്. ഇപ്പോൾ വീടുമൊക്കെ വെക്കുമ്പോൾ വീടിൻ്റെ പില്ലറുകൾ അല്ലെങ്കിൽ ചുമരൊക്കെ കുറച്ചുകൂടിയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. വേറെ ഇതിൽ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ വീടുമൊക്കെ കയറ്റുമ്പോൾ കുറേ പേര് ചോദിക്കും പാമ്പ് കയറുന്നുണ്ടോ എന്ന് ചോദിക്കും. പാമ്പും കാര്യങ്ങളൊന്നും കയറാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല. കാരണം ഇതുമ്പോൾ ഒരു മുള്ളിൻ്റെ ഒരു ഇതുണ്ട് ചെടിയിൽ. അപ്പം അതുള്ളതുകൊണ്ട് തന്നെ പാമ്പുകൾക്ക് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോകാനുള്ളൊരു സാധ്യത കുറവാണ്. നമുക്കിതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ പാമ്പിൻ്റെ ഇത്. അതുകൊണ്ട് ഞാൻ വീടുമ്പോൾ കയറ്റിയത്. പക്ഷേ ചുമരുമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ വേര് പിടിച്ചിരുന്നിട്ട് ചുമര് പൊട്ടിപ്പോണ ഇത് അല്ലെങ്കിൽ വിള്ളലുകളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. പിതാവ് ജോസും അമ്മ ജാൻസിയും സഹോദരിമാരായ റോസ്മോളും ജോമോളും അലങ്കാര ചെടി പരിപാലനത്തിന് പിന്തുണ നൽകുന്നു.
കാഴ്ചയുടെ മഞ്ഞ വസന്തം നൽകുമെങ്കിലും ക്യാറ്റ്സ്ക്ലോ ക്രീപ്പർ എന്ന അലങ്കാര ചെടിയോട് കൂടുതൽ ജാഗ്രതയും അനിവാര്യമാണ്. വീടിനോട് അധികം പടർന്നു കയറാൻ കഴിയാത്ത വിധം കൃത്യമായി വെട്ടിയൊതുക്കൽ വേണ്ടതാണ്. ചുമരുകളിലും തൂണുകളിലും മറ്റും വേരൂന്നിയാൽ വർഷങ്ങൾക്കപ്പുറം തകർച്ചയ്ക്കും അത് കാരണമാകും. ഏതായാലും മഞ്ഞപ്പൂക്കളുടെ മേലങ്കി അണിഞ്ഞ പെരിഞ്ചേരിയിലെ തോക്കടം ജോസിന്റെ വീടിന് ആസ്വാദകരുമേറിയിരിക്കുകയാണ്. അത്രമേൽ മനം കുളിർപ്പിക്കുന്ന ആനന്ദ കാഴ്ചയാണ് ഈ വീടിനുള്ളത്. വരുന്ന തലമുറയോട് സംവദിക്കാനുള്ള ഉപാധിയാണ് സാഹിത്യമെന്ന് എഴുത്തുകാരൻ ആനന്ദ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന വെങ്ങണിശ്ശേരിയിലെ അഡാപ്റ്റ് സൊസൈറ്റിയിൽ എഴുത്തകം കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയന്റിസ്റ്റ് പറയുന്നത് മനുഷ്യന് എത്രയാണ് 1.5 കിലോ ബ്രെയിൻ പ്രകൃതി കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റ് ജീവികളുടെ തുടർച്ചയായ ജീവിതത്തിന് ആവശ്യമുള്ളതിനേക്കാൾ വളരെയധികം കൂടുതൽ. ആ സ്റ്റേജിൽ പ്രകൃതി ഒരു പക്ഷേ പറഞ്ഞു കാരണം ഇനി ഉള്ള യാത്ര ഈ ജീവി ഏറ്റെടുക്കട്ടെ എന്ന നിലയിൽ ആ ജീവി ഏറ്റെടുത്തു. ആ പരിണാമം എന്ന പ്രാകൃതികമായ പരിണാമത്തിൻ്റെ വിട്ടുകളായി സാമൂഹ്യമായ പരിണാമം മനുഷ്യൻ ആ യാത്ര തുടങ്ങി വെച്ചു. അതിന് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായാണ് എഴുത്തകം കൂട്ടായ്മ ഒരുക്കിയത്. കേരള ബാറ്റ്മാൻ എന്നറിയപ്പെടുന്ന കൈലാത്ത് മാധവൻ മുഖ്യാതിഥിയായി. അഡാപ്റ്റ് പ്രസിഡന്റ് എ വി സണ്ണി, എഴുത്തകം കോർഡിനേറ്റർ ബിന്ദു കിഷോർ, എ എം വക്കച്ചൻ എന്നിവർ സംസാരിച്ചു. ആനന്ദിന്റെ നോവലുകളിലെ ഗൗതമൻ, സുലൈമാൻ, വിഷ്ണു, അംബപാലി എന്നീ കഥാപാത്രങ്ങളെ വേഷപ്പകർച്ചയാക്കിയ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അവതരണം എഴുത്തകം കൂട്ടായ്മയെ ആകർഷകമാക്കി. തുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തുണ ഹെൽത്ത് കെയർ ഒരുക്കിയ മുറ്റത്തൊരു ഡോക്ടർ പദ്ധതി 1 വർഷം പിന്നിട്ടു. ചടങ്ങിന്റെ ഭാഗമായി ശാന്തിഭവൻ പാലിയേറ്റീവ് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ സിഇഒ ഫാദർ ജോയ് കുത്തൂർ മുഖ്യാതിഥിയായി. മാനേജിംഗ് ട്രസ്റ്റി സിജോ എടപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ജയരാജൻ നടുവിൽ, ഡോക്ടർ എമറിൻ ഫ്രാൻസിസ്, ജോൺ കല്ലൂക്കാരൻ, വിൻസെന്റ് പിടിയത്ത് എന്നിവർ സംസാരിച്ചു. പഴവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ UKG വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. മുഖ്യാതിഥിയായ തുഴൽ കലാകാരന്റെ ഓട്ടൻതുഴൽ അവതരണം ചടങ്ങിനെ ആകർഷകമാക്കി. ഗോകുലം ഗ്രൂപ്പ് വൈസ് ചെയർമാൻ VC പ്രവീൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് അധ്യക്ഷനായി. തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ മുഖ്യാതിഥിയായി. ചടങ്ങിൽ അദ്ദേഹം ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. പ്രീ പ്രൈമറി പഠനകാലം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കിൻഡർ ഗാർഡൻ കോർഡിനേറ്റർ MM സജിത, നക്ഷത്ര വി നായർ, PTA പ്രസിഡന്റ് PG ധന്യ, വൈസ് പ്രസിഡന്റ് VK സുവിജ, KG വിഭാഗം രക്ഷകർതൃ പ്രതിനിധി MA ഷമീം, സ്കൂൾ റെസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വദന അർബുദത്തിനെതിരെയുള്ള പോരാട്ടത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കുമെന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാൻ വിൻ എന്ന ദൗത്യത്തിലൂടെയാണ് ഇതിനായുള്ള ശ്രമങ്ങൾ നടത്തുക. വദനാർബുദം പ്രാരംഭത്തിൽ തന്നെ കണ്ടെത്തി സമയബന്ധിത ചികിത്സയിലൂടെ മരണനിരക്കും ഗുരുതര പ്രത്യാഘാതങ്ങളും കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരളം മുഴുവൻ പ്രവർത്തിക്കുന്ന 7000 ഡെന്റൽ ക്ലിനിക്കുകൾ പ്രാഥമിക കണ്ടെത്തൽ കേന്ദ്രങ്ങളാക്കി മാറ്റും. ഇതിന് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ദീർഘദൂര ലോറി ഡ്രൈവർമാർ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവരിൽ രോഗവർധന ആശങ്കാജനകമാണ്. വായിൽ ഉണങ്ങാത്ത മുറിവുകൾ, ചുവപ്പോ വെള്ളയോ പോലുള്ള പാടുകൾ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് IDA അഭ്യർത്ഥിച്ചു. സമീപത്തെ ഡെന്റിസ്റ്റുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന IDASparsh.com വെബ്സൈറ്റ് പദ്ധതിക്കായി തുടങ്ങും. അർബുദ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്യും. ജീവൻ രക്ഷിക്കാൻ നേരത്തെ കണ്ടെത്തുക എന്ന സന്ദേശത്തോടെയുള്ളതാണ് ക്യാൻവിൻ പദ്ധതി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ K പ്രശാന്ത്, IDA തൃശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലെ ഡോക്ടർ റിങ്കു മാത്യു, IDA കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജിതിൻ ഗോപി, IDA ചാലക്കുടി പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ജോൺ, IDA ഗുരുവായൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോജി ജോർജ്, ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ, ഡോക്ടർ സജീഷ് വിശ്വനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,930 രൂപ, പവന് 1,19,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 1444 പെരുവനം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് ചേർപ്പത്തിൽ ഉള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കൊടിയേറി. അവളിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന പദ്ധതിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് CPR പരിശീലനവും നൽകി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.